ഇത് നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിലാണ്. ഇപ്പോൾ ഡേ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം 1-ാം തീയതിൻ്റെ ക്യാൻഡിലിൻ്റെ ഉള്ളിൽ തന്നെയാണ് 4-ാം തീയതിത്തെ ക്യാൻഡിൽ വന്നത്. അതിൻ്റെ ഇൻസൈഡ് ബാറായിട്ടാണ് 5-ാം തീയതി വന്നത്. ഇപ്പോൾ ഇന്നാണെങ്കിലും 6-ാം തീയതിത്തെ ക്യാൻഡിലാണെങ്കിലും ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഈ ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ 3 ദിവസം ഈ ഒരു സിംഗിൾ ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അപ്പം നാളെ ഇപ്പം നിഫ്റ്റിയുടെ എക്സ്പയറിയും കൂടിയാണ്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം. താഴോട്ടാണെങ്കിലും അത് ന്യൂസ് അനുസരിച്ച് മാർക്കറ്റിൽ വേരിയേഷൻസ് വരും. അപ്പോൾ അതിനനുസരിച്ച് മാത്രം ട്രേഡ് എടുക്കുക. അപ്പം നമ്മൾ നമുക്ക് ഇന്ന് ഈ ചാർട്ട് നോക്കിയിട്ട് ഡെയിലി ക്യാൻഡിൽ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുക ഈ ഒരു റേഞ്ച് ഇപ്പം 3 ദിവസം കൊണ്ട് ഇവിടെ സെല് ചെയ്ത് വെച്ചിരിക്കുന്നവരൊക്കെ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോസിലേക്ക് പോകും. അങ്ങനെയുള്ള കേസിൽ നമുക്ക് നല്ലൊരു മൂവ് നമുക്ക് താഴേക്കാണെങ്കിലും കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നാളെ ഇപ്പോൾ എക്സ്പയറി ചെയ്തുകൊണ്ട് ഇപ്പോൾ സ്ട്രാഡിലൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ഈ ഒരു 3 ഡേയ്സിൽ സ്ട്രാഡിൽ ചെയ്യുന്ന ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പം മുകളിലേക്കാണെങ്കിൽ ഈ 700 ഈ ഒരു ക്യാൻഡിലിൻ്റെ ഒരു ഹൈയും അതുപോലെ തന്നെ ഈ ഒരു ലോയും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നാളെ ഇപ്പോൾ എക്സ്പയറി ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഷോർട്ട് കവറിങ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതല്ല ഈ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പം ന്യൂസൊക്കെ വരുന്നത് കൊണ്ട് അതുകൊണ്ട് ന്യൂസ് ബേസ്ഡ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് മാർക്കറ്റിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്, ഏത് റേഞ്ച് എവിടെയാണ് ബ്രേക്ക് ആവുന്നത്, അതിനനുസരിച്ച് വേണം നമുക്ക് ട്രേഡ് എടുക്കാൻ. അപ്പം ഇതാണ് ഒരു ഡേ ക്യാൻഡിൽ വെച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. ഡേ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെല്ലിംഗ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതും ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഇന്നും ആ ഒരു റേഞ്ചിൽ തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പം ഇനി ഒരു അടുത്തൊരു മെയിൻ ഇന്നിപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇന്നിപ്പം ഈ ക്യാൻഡിൽ ക്ലോസ് വന്നിരിക്കുന്നത് ഈ ഒരു ക്യാൻഡിലിൻ്റെ റേഞ്ചിൽ തന്നെയാണ്. ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ ഒരു ഇൻസൈഡ് ബാർ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് കട്ട് ചെയ്യാൻ ഇന്ന് പറ്റിയിട്ടില്ല. അപ്പോൾ ഇതും അതുപോലെ തന്നെ നാളെ ഒരു മൂവ് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലോ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു 55,500 വരെയൊക്കെ നമുക്ക് പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പം അതല്ല ഇവിടുന്ന് തന്നെ ഈ ഒരു ലെവലിൽ തന്നെ നിൽക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പം ലോങ് പോകാനുള്ള ഒരു പ്രോബിലിറ്റി എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഷോർട്ട് പോകാനും അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിൽക്കാനായിരിക്കും ചാൻസ് കൂടുതൽ. അതുപോലെ തന്നെ ട്രംപിൻ്റെ താരിഫിനെ ബേസ് ചെയ്ത് ഇന്ന് രാത്രി എന്തെങ്കിലും അനൗൺസ്മെൻറ്റ് വരികയാണെങ്കിൽ അതിനനുസരിച്ച് നാളത്തെ ഓപ്പണിങ്ങും അതുപോലെ തന്നെ നാളത്തെ മാർക്കറ്റും ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് മാത്രം ട്രേഡ് എടുക്കുക. ഇത് നിഫ്റ്റീൻ്റെ 50 മിനിറ്റ്സ് ചാർട്ടാണ്. അപ്പം ഇതിൽ നമുക്ക് നോക്കാൻ വേണ്ടി ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റ നോക്കുകയാണെങ്കിൽ ഇതിൽ കോൾ റേറ്റിംഗ് നന്നായിട്ട് ഓരോ സ്ട്രൈക്ക് പ്രൈസിൽ നല്ലോണം കോൾ റേറ്റിംഗ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പം നിയറസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 24,700 ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ 24,600 നല്ലൊരു കോൾ റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ അടുത്ത സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ 24,700 ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് 25,000 തന്നെയാണ്. പക്ഷേ ഇവിടെ പുട്ട് റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ പുട്ട് റേറ്റിംഗ് വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് തന്നെ 24,500 അപ്പം ഈവൻ OA ചേഞ്ച് നോക്കുകയാണെങ്കിലും നമുക്ക് മനസ്സിലാവും കോൾ റേറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. പുട്ട് റേറ്റിംഗ് ഇന്ന് OA ചേഞ്ചിലാണെങ്കിലും ആകെ വന്നിരിക്കുന്നത് 24,550 അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ചാർട്ടിൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ 24,600 നന്നായിട്ട് കോൾ റേറ്റിംഗ് വരുന്നുണ്ട്. അതിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് വരുന്നത് 24,700. നമുക്ക് റൗണ്ടായിട്ട് ഈ ഒരു ലെവലിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഈ താഴേക്ക് പോവുകയാണെങ്കിൽ ഒരു മെയിനായിട്ട് വരുന്നൊരു ലെവൽ എന്ന് പറയുന്നത് ഈ 24,400 നല്ലൊരു സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ട് സോണായിട്ട് തന്നെ ഉണ്ട്. അപ്പം നാളെ ഇപ്പം നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അപ്പോൾ ഈ ഒരു ലെവലൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിലാണ് നല്ലൊരു മൂവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇന്ന് ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് തന്നിരിക്കുന്നത്. ഇന്നലെ റേഞ്ചിലാണ് ഈ ഒരു റേഞ്ച് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു റേഞ്ചാണ് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. 1-ാം തീയതിത്തെ ലോയും 4-ാം തീയതിത്തെ ലോയും ഒക്കെ ഒരേ പോയിന്റ് തന്നെയാണ്. ആ ഒരു ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് ഈ 3 ദിവസവും നിന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അറ്റ്ലീസ്റ്റ് നമുക്ക് ഞാൻ ഡെയിലി ക്യാൻഡിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു അത് ബ്രേക്ക് ചെയ്താലാണ് ആ റെസിസ്റ്റൻസും സപ്പോർട്ടും ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് നല്ല മൂവ് കിട്ടുക എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇൻട്രാഡേ വെച്ച് നോക്കുമ്പോൾ നാളത്തെ ഒരു എക്സ്പയറി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ 24,700 അല്ലെങ്കിൽ 730 ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു
ഷോർട്ട് കവറിങ് നാളെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നാളെ ഇപ്പോൾ എക്സ്പയറി ആയതുകൊണ്ട് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഷോർട്ട് കവറിങ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതല്ലെങ്കിൽ മാർക്കറ്റ് കൂടുതലും ഈ ഒരു റേഞ്ചിൽ തന്നെ എക്സ്പയർ ആവാനാണ് ചാൻസ് കൂടുതൽ. അപ്പം ഇത് ഏതെങ്കിലും ഇത് താഴേക്ക് ബ്രേക്ക് ചെയ്താൽ മാക്സിമം നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താലാണ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യും. ഇപ്പം ഇവിടെ ഇന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ഇവിടെയും ഇന്ന് സപ്പോർട്ട് എടുത്ത് ഒരു ഏരിയ ആണ്. അപ്പം ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് ഒരു പുൾ ബാക്ക് കിട്ടിയാൽ നമുക്കൊരു ഷോർട്ട് കിട്ടും. അതല്ലെങ്കിൽ മുകളിലേക്ക് പോകാനാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി ഒരു പുൾ ബാക്ക് എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് മുകളിലേക്കാണെങ്കിലും നല്ല ലോങ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നാളെ ഇപ്പം മാക്സ് പെയിൻ നോക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മളിവിടെ നിഫ്റ്റിയുടെ മാക്സ് പെയിൻ നോക്കുകയാണെങ്കിൽ 24,600 ആണ് മാക്സ് പെയിൻ വന്നിരിക്കുന്നത്. അപ്പം അറൗണ്ട് ഈ 24,600 മാക്സിമം എക്സ്പയർ ആവാനുള്ള ചാൻസാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ച് വേണം നാളത്തെ ഒരു മാർക്കറ്റിനെ നോക്കാൻ. ഇനിയിപ്പം ഇന്ന് ഓവർനൈറ്റ് എന്തെങ്കിലും ഒരു ന്യൂസോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടാണെങ്കിൽ ഒരു മൂവ് താഴേക്കും അതെല്ലാം ഗ്യാപ്പ് അപ്പ് ആയിട്ടാണെങ്കിൽ ഒരു മൂവ് മുകളിലേക്കും കിട്ടും. അപ്പം ഗ്യാപ്പ് അപ്പിനേക്കാളും ഗ്യാപ്പ് ഡൗൺ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിൽക്കാനായിരിക്കും ചാൻസ് കൂടുതൽ. അപ്പോൾ ഈ ഒരു റേഞ്ച് ആണെങ്കിൽ ഇപ്പം സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ സെല്ലിങ് ചെയ്യുന്നവർക്ക്, ഇപ്പോൾ സ്ട്രാഡിൽ ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും സ്ട്രാങ്കിളൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നാളെ ഇപ്പോൾ എക്സ്പയറി ആയതുകൊണ്ട് ബെനിഫിറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഡയറക്ഷണൽ മൂവ് നോക്കുന്നവർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കിട്ടണമെങ്കിൽ ഈ ഒരു റേഞ്ച് ഏതെങ്കിലും ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് കിട്ടുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ ഇന്നത്തെ പോലെ ഈ ഒരു സപ്പോർട്ടിൽ നമുക്ക് എൻട്രി എടുത്ത് ഈ ഒരു സപ്പോർട്ട് വരെ ആ ഒരു രീതിയിൽ മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാം. അതെല്ലാം മുകളിലേക്ക് നോക്കണമെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് പുൾ ബാക്ക് കിട്ടിയിട്ട് മാത്രം മുകളിലേക്കും നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നിഫ്റ്റിൻ്റെ ഒരു ലെവൽസ് വരുന്നത്. നിഫ്റ്റിയുടെ 50 മിനിറ്റ്സ് ക്യാൻഡിലാണ്. അപ്പോൾ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റ നോക്കുകയാണെങ്കിൽ OIA ഏറ്റവും കൂടുതൽ പുട്ട് OIA ആണെങ്കിലും കോൾ OIAയും ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ 55,500 അതിന് പുട്ട് OIA കൂടുതൽ വന്നിരിക്കുന്നത് 55,000 കോൾ OIA ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 56,000 അപ്പോൾ ഇതൊക്കെ ആയിരിക്കും മെയിനായിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വരുന്നത്. ഇപ്പോൾ OIA ചേഞ്ച് നോക്കുകയാണെങ്കിലും പുട്ട് റേറ്റിംഗ് കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ പുട്ട് റേറ്റിംഗ് 55,500 ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. 50 അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വരുന്നത് 55,300 ആണ്. അപ്പം ഇവിടെ കോൾ റേറ്റിംഗ് ആണെങ്കിൽ വളരെ കുറവാണ്. ഇപ്പം ബാങ്ക് നിഫ്റ്റിൻ്റെ കേസിൽ നമുക്ക് ഇതിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞാലാണ് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് കൂടുതലും മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചാർട്ട് നോക്കിയിട്ട് തന്നെ പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം മെയിനായിട്ടുള്ളൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ചാർട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇതാണ് ഒരു മെയിനായിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ വരുന്നത്. കാരണം ഇവിടെ ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഈ 5-ാം തീയതിയിലത്തെ ഒരു ലോയും ഇതെന്ന് പറയുന്നത് ഇന്ന് രാവിലെ മോർണിംഗിൽ ഒരു സപ്പോർട്ട് എടുത്ത ഒരു ഏരിയയുമാണ്. അപ്പോൾ ഇത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് സോണായിട്ട് തന്നെ ഉണ്ട്. ഇനിയിപ്പം മെയിനായിട്ടുള്ള താഴേക്ക് നോക്കുകയാണെങ്കിൽ മെയിനായിട്ടുള്ളൊരു സപ്പോർട്ട് സോൺ വരുന്നത് ഈ 55,000 തന്നെയാണ്. അപ്പോൾ 55,000 നല്ലൊരു സപ്പോർട്ട് സോണായിട്ടും ഉണ്ട്. അത് കഴിഞ്ഞാൽ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് സോൺ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള റെസിസ്റ്റൻസ് സോൺ വരുന്നത് ഈ 55,500 അതായത് ആ ഒരു റേഞ്ചിലാണ്. ആ റേഞ്ചിന് മുകളിലേക്ക് ഇന്ന് മാർക്കറ്റ് പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് തന്നെ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ലെവലാണ് പിന്നെ അടുത്തൊരു റെസിസ്റ്റൻസ് സോണ് വരുന്ന ഏരിയ എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ലെവൽസ് നമുക്ക് ചാർട്ടിൽ നോക്കിയിട്ട് വരയ്ക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഇപ്പം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് നിന്നത്. ഈ ഒരു റേഞ്ചിലാണ് നിന്നത്. ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു ബാങ്ക് നിഫ്റ്റിൻ്റെ കേസിൽ ഒരു 300 പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇൻട്രാഡേ ഒക്കെ ചെയ്യുന്നവർക്ക് കുഴപ്പമില്ലാത്തൊരു റേഞ്ച് തന്നെ ഉണ്ട്. നല്ല ഒരു ഡയറക്ഷണൽ മൂവ് കിട്ടില്ല, പക്ഷേ അല്ലാണ്ട് നമുക്ക് കുറേ എൻട്രീസ് ഒക്കെ ഇതിൽ കിട്ടുകയും ചെയ്യും. അപ്പം ഈ ഒരു ഇത് ബ്രേക്ക് ചെയ്ത് ഇപ്പം ഈ 2 ദിവസത്തെ ഇത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു പുൾ ബാക്ക് എടുത്ത് നമുക്ക് ഇവിടെ ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ ഇവിടെ റീടെസ്റ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് താഴേക്ക് ഒരു ഷോർട്ട് മൂവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് എടുത്തിട്ട് മാത്രം കയറുന്നതായിരിക്കും നല്ലത്. ഒരു ഡബിൾ കൺഫർമേഷൻ കിട്ടിയിട്ട് കയറുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരു ഫേക്ക് എൻട്രി ഒക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്.
ഇനിയിപ്പോൾ ലോങ് പോവുകയാണെങ്കിൽ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ലെവലാണ്. ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു റെസിസ്റ്റൻസ് സോൺ വരെയൊക്കെ ഈ ഒരു ലെവൽ വരെയൊക്കെ മാർക്കറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പുൾ ബാക്ക് എടുത്ത് പോവുകയാണെങ്കിൽ ഈ ഒരു ലെവൽ കിട്ടും. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് പുൾ ബാക്ക് എടുത്താൽ മാത്രമേ അടുത്തൊരു ലെവലിലേക്ക് പോവുള്ളൂ. അതായത് ഈ മാർക്കറ്റ് ഇപ്പോൾ നല്ലൊരു ഡൗൺ ട്രെൻഡിലാണ് ഉള്ളത്. ഇനി ഒരു അപ്പ് ട്രെൻഡ് അല്ലെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ ഒരു പുൾ ബാക്ക് ആയിട്ടേ നമുക്കിതിനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സെൻറ്റിമെൻറ്റ്സ് ഒന്ന് റിവേഴ്സ് ആവണമെങ്കിൽ തന്നെ ഒരു ലോങ് നമുക്ക് നോക്കണമെങ്കിൽ തന്നെ ഈ ഒരു റേഞ്ചിന് മുകളിലേക്ക് കിട്ടിയിട്ട് നല്ല ലോങ് ഡയറക്ഷണൽ മൂവ് നോക്കുന്നതാണ് നല്ലത്. അതല്ല ഇപ്പം നാളെ എക്സ്പയറി ആയതുകൊണ്ട് ഈ ഒരു റേഞ്ചിൽ തന്നെ നിന്ന് മാർക്കറ്റ് എക്സ്പയർ ആവാനുള്ള ചാൻസും ഉണ്ട്. അപ്പം ഇപ്പം നാളെ നിഫ്റ്റീൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ന്യൂസ് ബേസ്ഡ് ഒക്കെ ആയിട്ട് ഒരു ഷാർപ്പ് മൂവ് വന്നു കഴിഞ്ഞാൽ നല്ലൊരു മൂവ് നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ നാളെ ഇപ്പം നിഫ്റ്റീൻ്റെ എക്സ്പയറി ആണ്, അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ആ ഒരു മൂവ് നമുക്ക് ആ ഒരു പാറ്റേൺ തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ച് മാത്രം ട്രേഡ് എടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ലെവൽസ് വരുന്നത്. അപ്പോൾ ഈ ലെവൽസുകളെല്ലാം ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽസാണ്. അപ്പം അത് നോക്കി വെച്ച് അത് ഏതെങ്കിലും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് എൻട്രി എടുക്കുക. അതല്ലെങ്കിൽ ഓരോ സപ്പോർട്ട് എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണെങ്കിലും എടുക്കാനുള്ള ഒരു ഡിസ്റ്റൻസ് ഈ രണ്ട് റേഞ്ചിൻ്റെ ഇടയ്ക്ക് തന്നെ ഉണ്ട്. ആ രീതിയിൽ വേണമെങ്കിലും എൻട്രി എടുക്കാവുന്നതാണ്. താങ്ക് യു.